ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 3-ാമത്തെ സ്കന്ധത്തിലെ 30-ാമത്തെ കഥയാണ്. ബ്രഹ്മാവിൻ്റെ വിവിധ സൃഷ്ടികൾ. ജീവരാശികൾക്ക് വാസസ്ഥാനമായി ഭൂമി ലഭിച്ചപ്പോൾ സ്വയംഭൂമനു പ്രജാസൃഷ്ടി ആരംഭിക്കുവാൻ മാർഗങ്ങൾ അന്വേഷിച്ചു. ശ്രീകൃഷ്ണനോട് അപരാധം ചെയ്തവനാണെന്ന കാരണത്താൽ വിതുരൻ ജ്യേഷ്ഠതനായ ധൃതരാഷ്ട്രയെ കൈവെടിഞ്ഞു. അതിനുശേഷം പുണ്യതീർത്ഥങ്ങൾ സഞ്ചരിച്ച് വിതുരർ കൃശാവർത്തത്തിൽ താമസിക്കുന്ന മൈത്രേയ മഹർഷിയുടെ അടുത്തു ചെന്നു. സർവപാപഹരങ്ങളായ ഹരികഥകളും ഭഗവത് ലീലകളും വർണ്ണിച്ചു കേട്ടു. സംശയങ്ങൾക്ക് നിവൃത്തി വരുത്തി. ശ്രീകൃഷ്ണ ലീലകൾ കേൾക്കുവാൻ വീണ്ടും ആരംഭിച്ചു. ആരിൽ നിന്ന് കേട്ടാലും എത്ര കേട്ടാലും മതിവരാത്തതാണല്ലോ ഭഗവത് ലീലകൾ. മഹത്വം ഭഗവാന്റെ അതുല്യ പ്രഭാവത്തിൽ നിന്നും ഉത്ഭവിച്ചു. അതിനുശേഷം ത്രിഗുണാത്മകമായ അഹങ്കാരം, സൂക്ഷ്മഭൂതങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, തദ്ദേവതകൾ എന്നിവ ഉണ്ടായി. ഇവയ്ക്ക് ഒറ്റയ്ക്ക് ബ്രഹ്മാണ്ടം സൃഷ്ടിക്കുവാൻ കഴിയില്ല. അതിനാൽ അഞ്ചും ഒന്നിച്ചുകൂടി സർവേശ്വര സഹായം കൊണ്ട് ഒരു അണ്ഡം സൃഷ്ടിച്ചു. ആ നിരാത്മകമായ അണ്ഡകോശം 1000-ലേറെ സംവത്സരം പ്രളയജലത്തിൽ കിടന്നു. ഭഗവാൻ പിന്നീട് അതിന് ചൈതന്യം നൽകിയപ്പോൾ നാഭിയിൽ നിന്നും പത്മം ജനിച്ചു. പത്മത്തിൽ നിന്നും ബ്രഹ്മദേവൻ പിറന്നു. അദ്ദേഹം താമിസ്രം, അന്ധതാമിശ്രം, തമസ്, മോഹം, മഹാതമസ് എന്നിങ്ങനെ 5 വിധം വിദ്യയെ സ്വന്തം ഛായ കൊണ്ട് സൃഷ്ടിച്ചു. പക്ഷേ ആ സൃഷ്ടികളെ അദ്ദേഹം അഭിനന്ദിച്ചില്ല. ആ ശരീരം ഉപേക്ഷിച്ചു. അത് രാത്രിയുടെ രൂപം സ്വീകരിച്ചു. വിശപ്പും ദാഹവും യക്ഷന്മാരും യക്ഷസ്സുകളുമായി രൂപം പ്രാപിച്ചു. അവർ വിശപ്പും ദാഹവും കൊണ്ട് പീഡിതരായപ്പോൾ ബ്രഹ്മാവിൻ്റെ നേർക്കു തിരിഞ്ഞു അദ്ദേഹത്തെ ഭക്ഷിക്കുവാൻ ഓടിച്ചെന്നു. യക്ഷരക്ഷസുകളെ, നിങ്ങളെൻ്റെ പുത്രന്മാരാണ്, എന്നെ ഭക്ഷിക്കരുത്, രക്ഷിക്കുക. ബ്രഹ്മാവ് ആർത്തിയോടെ വാ പൊളിച്ചു വരുന്ന അവരെ വിലക്കി പിതാവിനെ തിന്നാൻ ഒരുമ്പെടുന്നത് ഒരിക്കലും ഉചിതമല്ലെന്നും ഉപദേശിച്ചു. ബ്രഹ്മാവിന് ചുറ്റുമുള്ള പ്രഭാവലയം ശക്തിയോടെ പ്രകാശിച്ചു. ആ പ്രഭയിൽ നിന്നും സ്വാത്വിക ദേവതകൾ ജനിച്ചു. ബ്രഹ്മാവ് ഉപേക്ഷിച്ച പഴയ ശരീരം പ്രഭയേറ്റപ്പോൾ തിളങ്ങുന്ന പകലായി തീർന്നു. അതിനെ സന്തോഷപൂർവ്വം ദേവന്മാർ സ്വീകരിച്ചു. അടുത്തതായി ബ്രഹ്മദേവൻ വിഷയലംബടന്മാരും സുഖലോലുപന്മാരുമായ അസുരന്മാരെ സൃഷ്ടിച്ചു. അവർ വികാരവിവശരായി സുഖം അനുഭവിക്കുവാൻ ബ്രഹ്മാവിൻ്റെ നേർക്ക് കുതിച്ചു ചാടി. ദാതാവ് ഭയപ്പെട്ട് ഓട്ടം തുടങ്ങി. അപ്പോഴേക്കും ഭഗവാൻ ചിരിച്ചുകൊണ്ട് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് ഭഗവാനോട് അപേക്ഷിച്ചു, ഭഗവാനെ, അവിടുത്തെ പ്രേരണയാലാണ് ഞാൻ പ്രജകളെ സൃഷ്ടിച്ചത്. പക്ഷേ പാപികളായ ഈ അസുരന്മാർ അവരുടെ സുഖത്തിനു വേണ്ടി എന്നെ പീഡിപ്പിക്കുന്നു, രക്ഷിച്ചാലും. ബ്രഹ്മാവിൻ്റെ അപേക്ഷയിൽ ദയനീയത തളം കെട്ടി നിന്നിരുന്നു. വൈഷമ്യങ്ങൾ എളുപ്പം തരണം ചെയ്യുവാൻ വേണ്ടി ഭഗവാൻ ബ്രഹ്മാവിനോട് ശരീരം ഉപേക്ഷിക്കുവാൻ ഉപദേശിച്ചു. കാമകശ്മലന്മാരോട് പകരം വീട്ടുവാൻ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. ബ്രഹ്മദേവൻ തുറന്ന മനസ്സോടെ ഭഗവാനെ അനുസരിച്ചു. ശരീരം പരിത്യജിച്ചു. കാൽച്ചിലമ്പുകൾ കിലുങ്ങി. ചഞ്ചലങ്ങളാർന്ന നയനങ്ങൾ മതിച്ചു. പട്ടുവസ്ത്രങ്ങളുടുത്ത മേനി പ്രശോഭിച്ചു. അങ്കലാവണ്യം വഴിഞ്ഞൊഴുകി. മനോഹര മന്ദഹാസങ്ങളും ലീലാകടാക്ഷങ്ങളും അവളെ കൂടുതൽ സുന്ദരിയാക്കി. അവൾ അസുരന്മാരെ മോഹിതരാക്കി മന്ദം മന്ദം നടന്നു. ആരാണവൾ? എന്തിനിവിടെ വന്നു? ആരുടെ മകളാണ്? അന്വേഷണങ്ങളുമായി അസുരന്മാർ ചുറ്റും കൂടി. അവൾ സന്ധ്യയാണ്. സുന്ദരിയായ അവൾ അസുരന്മാരെ മോഹവലയത്തിൽ വീഴ്ത്തി പരിഗ്രഹിച്ചു. അവളുടെ സൗന്ദര്യാതിശയത്തിൽ നിന്നും ബ്രഹ്മാവ് ഗന്ധർവന്മാരെയും അപ്സരസ്സുകളെയും സൃഷ്ടിച്ചു. ഉടനെ അദ്ദേഹം ശോഭയാർന്ന ശരീരം ഉപേക്ഷിച്ചപ്പോൾ വിശ്വാവസു തുടങ്ങിയ ഗന്ധർവന്മാർ ആ ശരീരം സ്വീകരിച്ചു. അതോടെ ബ്രഹ്മാവിന് ആലസ്യവും ക്ഷീണവും വർദ്ധിച്ചു. ഭൂതങ്ങളും പിശാചുക്കളും ജനിച്ചു. അവരെ കണ്ടപ്പോൾ ബ്രഹ്മാവ് വെറുപ്പോടെ കണ്ണുകളടച്ചു. ശരീരം ഉപേക്ഷിച്ചു. നിദ്രാരൂപമായ ആ ശരീരത്തെ ഭൂതപ്രേതാദികൾ സ്വീകരിച്ചു. അതാണ് നിദ്ര. ബ്രഹ്മാവ് ആത്മാവിനെ ബലശാലിയായി കരുതി ഗണങ്ങളെയും പിതൃഗണങ്ങളെയും സൃഷ്ടിച്ചു.
പിന്നീട് തങ്ങളുടെ ജന്മത്തിന് കാരണമായ ആ ശരീരം പിതൃക്കൾ ഏറ്റുവാങ്ങി. അവർ കവ്യവും ഹവ്യവും സമർപ്പിച്ചു. സിദ്ധന്മാരെയും വിദ്യാധരന്മാരെയും ബ്രഹ്മാവ് അന്തർധാന ശക്തി കൊണ്ട് സൃഷ്ടിച്ചു. ഒടുവിൽ അവർക്ക് ആ ശക്തി സ്വരൂപം തന്നെ നൽകി അനുഗ്രഹിച്ചു. ഒരിക്കൽ പ്രഭുവായ ബ്രഹ്മാവ് തൻ്റെ പ്രതിബിംബം കണ്ട് സ്വയം അഭിമാനം കൊണ്ടു. അതുകൊണ്ട് അദ്ദേഹം കിന്നരന്മാരെയും പുരുഷന്മാരെയും സൃഷ്ടിച്ചു. അതിനുശേഷം ഉപേക്ഷിച്ച ആ ശരീരം അവർ സ്വീകരിച്ചു. പ്രഭാതത്തിൽ എല്ലാവരും ഒന്നിച്ച് സ്വയം അവരവരുടെ കർമ്മങ്ങളെ മാനിച്ച് ബ്രഹ്മാവിനെ വാഴ്ത്തിപ്പാടുന്നു. എന്നിട്ടും സൃഷ്ടി വർദ്ധിച്ചില്ല. ബ്രഹ്മദേവൻ കൈകാലുകൾ നിവർത്തി ചിന്താവിഷ്ടനായി കിടന്നു. കോപം ആളിക്കത്തി. ധാതാവ് ദേഹം ഉപേക്ഷിച്ചു. ശരീരത്തിൽ നിന്നും കൊഴിഞ്ഞു വീണ കോശങ്ങൾ സർപ്പങ്ങളായി ഭവിച്ചു. പ്രവർത്തനങ്ങളിലൂടെ ചലിക്കുന്ന ശരീരത്തിൽ നിന്ന് ക്രൂര സർപ്പങ്ങളുണ്ടായി. ബ്രഹ്മാവ് കൃതകൃത്യനായപ്പോൾ മനസ്സുകൊണ്ട് ലോകനന്മയ്ക്കു വേണ്ടി മനുക്കൾ പിറന്നു. അവർക്ക് രൂപമില്ല. ബ്രഹ്മാവ് സ്വയം തൻ്റെ പുരുഷാകാര ശരീരം അവയ്ക്കു നൽകി. ആ ശരീരം കണ്ട് സർവപ്രാണികളും പ്രജാപതിയെ പ്രശംസിച്ചു. അതുകേട്ട് ബ്രഹ്മാവ് ഏറ്റവും സന്തോഷത്തോടെ പ്രിയപ്പെട്ട ഋഷിമാരെ സൃഷ്ടിച്ചു. സമാധി, യോഗം, തപസ്, വിദ്യ, വൈരാഗ്യം എന്നിവ ഓരോന്നും ഓരോരുത്തർക്കായി നൽകി അനുഗ്രഹിച്ചു. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് അടുത്ത ഒരു കഥയുമായിട്ട് നാളെ കാണാം. ഹരേ കൃഷ്ണ.